ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയന്മാർ കൂടെ ഉള്ളപ്പോൾ എടുത്ത വീഡിയോ ആണേ. ഇവിടെ വെള്ളിയാഴ്ച മാത്രം തുറക്കുന്ന ഒരു മാർക്കറ്റുണ്ട്. നമ്മളപ്പം അവിടെ രാവിലെ പോയി കേട്ടോ. രാവിലെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചക്ക കേട്ടോ. ഈ പൂവിനൊക്കെ ഈ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 30 രൂപയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ടിങ് 30 രൂപയാണ്. ഇതെല്ലാം നമ്മൾ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. കൊടുക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. പ്രാവുകൾ, കുറേ പക്ഷികൾ, കളർ പക്ഷികൾ, തത്തകൾ, കിളികൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ളത് നോക്കിയെടുക്കാം. കോഴികളുണ്ട്, താറാവുണ്ട്, നായ്ക്കുട്ടികളുണ്ട്, പല സൈസിലെ നായി. നമ്മുടെ അസ്കി നായ്ക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് വിൽക്കാനായി. അവർ വിൽക്കാൻ കൊണ്ട് വച്ചേക്കുന്ന കളർ കോഴികൾ, ഈ മീനൊക്കെ കണ്ടോ. എന്നാൽ 8 സെറ്റിന് 100 രൂപ ഉള്ളൂ. എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ. 8 സെറ്റിന് 8 എണ്ണത്തിന് 100 രൂപ ഉള്ളൂ. നല്ലത്. നമ്മളവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് സാധനങ്ങൾ മാത്രമാണ് എല്ലാവരും ഉള്ളതെന്ന് പറയുന്നത്. സെക്കൻഡ് സാധനങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രി സാധനങ്ങളുണ്ട്, പുതിയ സാധനങ്ങളുണ്ട്. ഈ തുണിയൊക്കെ കണ്ടോ, ഇത് യൂസ് ചെയ്ത തുണികളാണ്. അതൊന്നും അങ്ങനെ ആരും വാങ്ങുന്നത് ഞാൻ കണ്ടില്ല. ഇത് നമ്മുടെ ഹെഡ്സെറ്റൊക്കെ കേട്ടോ. ഹെഡ്സെറ്റും ടെമ്പർ ഗ്ലാസ്സൊക്കെ അവിടെ ഭയങ്കര വില കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഉണക്കമീനൊക്കെ കേട്ടോ ഉണ്ട്. ഇതൊക്കെ നമുക്ക് തൂക്കി വാങ്ങാം. ഇതൊക്കെ ഈ മെഷീനെല്ലാം പുതിയ സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും പഴയതല്ല, ഇതെല്ലാം പുതിയതാണ് കേട്ടോ. വാച്ചുകൾ, ലേഡീസിൻ്റെ വാച്ചുകൾ, ജെൻസിൻ്റെ വാച്ചുകൾ, ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം. പക്ഷേ സമയം നല്ല എടുക്കണം, നോക്കിയെടുക്കണം. നോക്കി അവിടെ പോയാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നോക്കി സാധനം എടുക്കുക. കാരണം കുറേ നേരം ഇവിടുന്ന് ഒരറ്റത്ത് തുടങ്ങുന്ന കട അങ്ങ് അവസാനം വരെ ഉണ്ട്. നല്ലൊരു നടത്തിയുണ്ട് കട കേട്ടോ. ഇതെല്ലാം അവിടുത്തെ സാധനങ്ങൾ. ഇതെല്ലാം ക്ലോക്കുകൾ, നമ്മുടെ വീട്ടിൽ വെക്കേണ്ട സാധനങ്ങൾ, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. നമുക്കത് നോക്കി പറക്കി നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇതെല്ലാം വില കുറച്ചുള്ള സാധനങ്ങളാണ്. കാരണം ഒരുപാട് പേര് അവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും എന്താ പറയുക, വില ചോദിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. VKCയുടെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അവിടുന്ന് VKC ചെരുപ്പിന് 150 രൂപയെന്നാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്ങെന്ന് തോന്നുന്നു. ഇതൊക്കെ 100 രൂപ കൈലികളാണ് കേട്ടോ. 100 രൂപ കൈലികൾ, ചെരുപ്പുകൾ, നല്ല ചെരുപ്പുകളാണ് കേട്ടോ. ക്വാളിറ്റിയുള്ള ചെരുപ്പുകൾ, ചുരിദാർ കടകൾ, സാരി കടകൾ. ഇതെല്ലാം പുതിയ സാധനങ്ങളുള്ളതുകൊണ്ട് പഴയ സാരികളുണ്ട്. 5 സാരിക്ക് 500 രൂപ അവിടെ എഴുതി വെച്ചേക്കാം. 5 സാരിക്ക് 500 രൂപ. പുടവ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുസാരിയുണ്ട്, അല്ലാത്ത സാരിയുണ്ട്. നമ്മൾ ഒഴുക്കൻ സാരി ഉണ്ടല്ലോ, അങ്ങനത്തെ സാരിയുണ്ട്. സഞ്ചികൾ, ബാഗുകൾ, ഇതെല്ലാം ലേഡീസിൻ്റെ മോതിരങ്ങൾ, കമ്മൽ, മാല, എല്ലാ സാധനങ്ങളും വരും കേട്ടോ. അവിടെ ഒരു ദിവസം പോയാൽ എല്ലാം കണ്ട് വരാം നമുക്ക്. നമ്മളങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നടന്ന് ക്ഷീണിച്ച് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ നമ്മൾ പിന്നെ ഇത് ജെൻസിൻ്റെ ഷർട്ടുകളാണ് കേട്ടോ. ഇത് കണ്ണാടികൾ 100 രൂപ ഒരു കണ്ണാടി. 100 രൂപ സ്റ്റാർട്ടിങ് വില കേട്ടോ. 100 രൂപ കണ്ണാടിയാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ പുതിയൊരു കടയൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചട്ടികൾ, ടൂൾസുകൾ, ഇതെല്ലാം പുതിയ സാധനങ്ങൾ. ഇതൊന്നും പഴയതല്ല. ഈ ചില്ലറ പൈസ എല്ലാം പണ്ടത്തെ പൈസകളുണ്ടല്ലോ, പണ്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന പൈസകളും കാര്യങ്ങളൊക്കെ കേട്ടോ. മഴയുടെ കാർമേഘം ആയതുകൊണ്ട് വെയിലില്ലായിരുന്നു ഇന്ന് കേട്ടോ. കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ ജിതി പോയതാണ്. അപ്പോൾ അവൻ കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് അവനെ ചിരിച്ച് കാണിക്കുകയാണ് കേട്ടോ. ജിതിയെ ചിരിച്ച് കാണിക്കുകയാണ്. ഇതെല്ലാം ടൂൾസ് സാധനങ്ങളും, ഇതെല്ലാം വൈഫൈ, ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് കേട്ടോ. റിമോട്ടുകളാട്ടെ അതെല്ലാം പുതിയതാണ്. സൈക്കിൾ പുതിയതാണ്. സൈക്കിളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പഴയ ആളുകൾ യൂസ് ചെയ്ത സാധനങ്ങൾ. അവിടെ പിന്നെയും അവർ ഒരു റേറ്റിന് വിൽക്കുകയാണ്. അവർ റേറ്റ് പറഞ്ഞാലും നമുക്കൊരു റേറ്റ് പറഞ്ഞ് വാങ്ങാമെന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവന്മാരെയും കൊണ്ടൊന്നും ചുമ്മാ പോവാമല്ലോ, അവന്മാരും അതൊക്കെ കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് അവന്മാരെയും കൊണ്ട് പോയതാണ്. ബെൽറ്റാകട്ടെ, കുടയാകട്ടെ, താക്കോലാകട്ടെ, ഒരുപാട് സാധനങ്ങളുണ്ട് മക്കളെ കാണാൻ. ഇതെല്ലാം നല്ല രസമല്ലേ കാണാൻ. ഈ സാധനങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ കണ്ടില്ലായിരുന്നു. ആ തടി വെച്ച് ചെയ്തേക്കുന്ന ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ക്യാഷ് കൊടുത്ത് വാങ്ങാമെന്നേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം പുതിയതാണ് കേട്ടോ. അലമാരികളാകട്ടെ, മെത്തകളാകട്ടെ, സോഫ സെറ്റുകളാകട്ടെ, ചെയറാകട്ടെ, എല്ലാം പുതിയ സാധനങ്ങളാണ് കേട്ടോ. എല്ലാം വളരെയധികം പുതിയത്. ഇതും അതുപോലെ തന്നെ ആ സാരിയുടെ കൂട്ട് കേട്ടോ. 5 എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് 5 എണ്ണം എടുക്കാം. 500 രൂപയേ ഉള്ളൂ. ഇഷ്ടമുള്ളത് നമ്മൾ സമയമെടുത്ത് നോക്കി എടുക്കുക. എല്ലാ സാധനങ്ങളും. സ്പ്രേ ആകട്ടെ, സ്പ്രേക്കും ഭയങ്കര വില കുറച്ച് വാങ്ങിച്ചു. നമ്മളവിടുന്ന് സ്പ്രേ ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതിനും നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിലും ഒരു 10%
പൈസ കുറച്ച് അവിടെ കൊടുക്കുന്നത് കേട്ടോ. കൃഷ്ണനെ കാണാൻ നല്ല രസമല്ലേ വിഗ്രഹം. കൃഷ്ണൻ എന്ന് പറയുമ്പോഴേ കുഞ്ഞിനെ ഓർക്കുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് സ്പീക്കർ ഇതെല്ലാം വെളിയിൽ നിന്ന് വാങ്ങുന്നതിലും വില കുറച്ച് അവരവിടെ കൊടുക്കുന്നത് കേട്ടോ. ഈ ഷാളൊക്കെ 80 രൂപ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിന് 80 രൂപ. നല്ല വീട്ടിൽ ചെയ്തെടുത്തിട്ട് വന്ന നെയ്കൾ, പാത്രങ്ങൾ. പിന്നീട് വരുന്നത് പുതിയ കടയൊക്കെ തുടങ്ങുന്നെങ്കിൽ ചട്ടി ദോശകളിലൊക്കെ എടുക്കാൻ കേട്ടോ. നമ്മുടെ എണ്ണ കാച്ചുന്നത്, കയ്യിൽ വെക്കുന്ന അച്ച്, പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ. ഇതെല്ലാം തൂക്കി വാങ്ങാം നമുക്ക് കേട്ടോ. ഈ കവറിലെല്ലാം കെട്ടി വെച്ചേക്കുന്നതിന് 20 രൂപ, ഒരു കെട്ട് 20 രൂപ. പച്ചപ്പയറാകട്ടെ, കടലയാവട്ടെ, കടുകാട്ടെ, ജീരകമാട്ടെ എല്ലാം 20 രൂപ കെട്ട്. ഞാൻ എല്ലാം അവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. എപ്പോൾ പോയാലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരും. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഈ കട. ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. 6 മണി വരെ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം ഉണക്കമീനാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് തൂക്കി വാങ്ങാം, അല്ലെങ്കിൽ 2 എണ്ണം എടുക്കാം. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുമ്പോഴും ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേര് മറന്നുപോയി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. മറന്നുപോയി. നമ്മുടെ അവിടെ എന്തോ മരുന്നിനെടുക്കുന്നതാണല്ലോ. ചുണ്ടക്കയൊക്കെ കണ്ടോ വിൽക്കുന്നത് 20 രൂപ. അത് 20 രൂപ. ചുണ്ടയ്ക്ക് തൂക്കി നമുക്ക് വാങ്ങാം 20 രൂപ. ഇതിനൊക്കെ 100 രൂപ ഉള്ളൂ കേട്ടോ. ഈ സാധനങ്ങൾക്കൊക്കെ 100 രൂപ ഉള്ളൂ. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ട് എത്ര വീഡിയോ എടുത്താലും എത്ര നേരം നോക്കി നിന്നാലും നമ്മൾ മടുക്കാത്ത ഒരു കാര്യം എൻ്റെ പൊന്നു മക്കളെ ഈ സാധനമാണ് കേട്ടോ. കുറേ നേരം നോക്കിയെന്ന് നമ്മളവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിട്ടേ വരുള്ളൂ. ഈ പൂവിനൊക്കെ 100 രൂപ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടുന്ന, വാതിലൊക്കെ തൂക്കിയിടാമല്ലോ. ഇത് പിന്നെ ചൂണ്ടയിടുന്ന ചേട്ടന്മാർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ചൂണ്ടയിടുന്നത് പല പല സൈസിലെ ഇതും കമ്പുകളും, അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് നോക്കിയെടുക്കാം. ഇതെല്ലാം ശബരിമല മാലയാണ്. ജെൻസിൻ്റെ മാലകൾ, മോതിരം, ലേഡീസിന് പറ്റിയ മോതിരമുണ്ട്, മാലകളുണ്ട്. ഇതെല്ലാം പപ്പടം, അവൽ, പപ്പടം വറുക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം നമുക്ക് വാങ്ങാം, ക്യാഷ് കൊടുത്ത് വാങ്ങാം. ട്രൈപോഡൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടല്ലേ. ട്രൈപോഡുണ്ട്, ക്യാമറയുടെ ഇതുണ്ട്. ലാസ്റ്റ് പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും നടന്ന് വിശപ്പടിച്ച് അങ്ങനെ നമ്മൾ ഉഴുന്നോടെ കഴിക്കാൻ കയറിയിരുന്നു. നമ്മൾ ഉഴുന്നോടൊക്കെ കഴിച്ചു. കൈ വയ്യാത്തപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ. കൈ ശരിയായി. കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടം എല്ലാം 50 രൂപ ഉള്ളൂ കേട്ടോ. വലിയ സാധനങ്ങളാണ്. വലിയ കളിപ്പാട്ടം, വലിയ വണ്ടിയെല്ലാം 50 രൂപ കേട്ടോ. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് നൊങ്കോ എനിക്കറിയില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ എന്തുവാണെന്ന് അറിയാവുന്നവർ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ടാറ്റു അടിക്കുന്ന കട കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരാൾക്ക് ടാറ്റു അടിക്കണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ നമ്മൾ ടാറ്റു അടിക്കാറായപ്പോഴത്തേന് കുഞ്ഞു ഉറങ്ങിപ്പോയി. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ക്ഷീണിച്ച് അവൻ 2 വട തന്നെ കേട്ടോ. വടയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറക്കമായിപ്പോൾ ക്ഷീണിച്ച് നല്ല ഉറക്കം കേട്ടോ. അവനെ വെച്ച് കളിക്കുകയാണ്. ജിതി അവിടെ നിന്ന് ജിതി ടാറ്റു അടിച്ചു കേട്ടോ. അപ്പം വേദന കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ പോകുന്നുണ്ട്. നമ്മളെപ്പുറത്ത് നിന്ന് കളിയാക്കുക. നമ്മളങ്ങനെ അവിടെ നിന്ന് മീനെ വാങ്ങിച്ചു. 4 മീനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത്രേ ഉള്ളൂ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. കുറേ നേരമൊന്നും എടുത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.